അമൃത ടി വിയുടെ ദി വൈറ്റ് പരിപാടിയിലെ ഇന്നത്തെ അതിഥി ശ്രീ കെ വേണു. വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ ഒരു സമത്വ സമൂഹം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനത്തിലേർപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ. സായുധ വിപ്ലവത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആയുധം കയ്യിലേന്തിയ തീവ്രവാദി. അതേസമയം ഏതാനും നാൾക്ക് ശേഷം ജനാധിപത്യ മാർഗത്തിലൂടെ ഇത് സാധ്യമാക്കാൻ വേണ്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു വ്യക്തി, എഴുത്തുകാരൻ, പ്രഭാഷകൻ, സംഘാടകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ വേണുവിനെ കേരളം കണ്ടിട്ടുണ്ട്. ശ്രീ വേണു വിവിധ പരിണാമ ദശകളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് താങ്കൾ. ഇപ്പോൾ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായി താങ്കൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അങ്ങനെ കൃത്യമായൊരു പ്രത്യയശാസ്ത്ര ചട്ടക്കൂട് ഇപ്പോൾ എനിക്കില്ല എന്ന് തന്നെയാണ് പറയാവുന്നത്. എന്നെങ്കിലും ഞാൻ പൊതുവിൽ അവകാശപ്പെടാറുള്ളതൊരു ജനാധിപത്യവാദി എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയകളെല്ലാം തന്നെ ജനാധിപത്യത്തിന് ഊന്നൽ നൽകുന്നതും അതിനെ വികസിപ്പിക്കാൻ കഴിയുന്നതുമായ ഒരു അന്വേഷണം നടത്തുന്ന ഒരാൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജനാധിപത്യപരമായ പ്രക്രിയകളെ സപ്പോർട്ട് ചെയ്യുകയും എന്നാൽ ഇപ്പോഴുള്ള ജനാധിപത്യം പോരാ എന്ന് വിശ്വസിക്കുന്ന ആളുമാണ്. ജനാധിപത്യപരമായ ഘടകങ്ങൾ ഇനിയും വികസിക്കേണ്ടതുണ്ട് എന്ന് കരുതുകയും ചെയ്യുന്നു. ആ ദിശയിലാണ് എൻ്റെ ഒരു പ്രത്യയശാസ്ത്ര അന്വേഷണങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ജനാധിപത്യ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു സായുധ വിപ്ലവത്തിൻ്റെ തീപ്പൊരി എന്നാണ് വന്നു വീണത്? ശരിക്കും ഞാൻ ആരംഭത്തിൽ കുടുംബപരമായി തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഉണ്ടായിരുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് അനുഭവം ഉണ്ടായിരുന്നു എന്നല്ലാതെ എൻ്റെ ഒരു വിദ്യാഭ്യാസം കഴിയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിന്ന് 67-68 കാലമൊക്കെ ആയപ്പോൾ കമ്മ്യൂണിസത്തോട് അത്ര വലിയ താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഒരു ഭരണ പാർട്ടികൾ എന്ന രീതിയിൽ അധികാരത്തിലൊക്കെ വന്നു തുടങ്ങിയ പാർട്ടികളാണെന്ന്. 67-ലൊക്കെ കേരളത്തിൽ അധികാരത്തിൽ വന്നു, ബംഗാളിൽ അധികാരത്തിൽ വന്നു, അങ്ങനെ. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വലിയ വ്യത്യസ്തമായി ഒന്നും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് വലിയ ഒരു ആകർഷണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്ന മാറ്റങ്ങൾ, ചൈനയിലെ സാംസ്കാരിക വിപ്ലവം പോലുള്ള പരീക്ഷണം, അത് ചില പുതിയ പ്രതീക്ഷകൾ നൽകുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൽ തന്നെ ഇനിയും മാറ്റങ്ങളും പരീക്ഷണങ്ങളും സാധ്യമാണെന്നുള്ള തോന്നലാണ് സാംസ്കാരിക വിപ്ലവം ഉണ്ടാക്കിയത്. അതാണ് ശരിക്കും എന്നെ ആ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സ്വാഭാവികമായി മനസ്സിൽ വന്ന് വീണ ഒരു വിപ്ലവ തീപ്പൊരിയാണോ, അല്ലെങ്കിൽ ആരെങ്കിലും വീഴ്ത്തി വളർത്തിയെടുത്തൊരു തീപ്പൊരിയാണോ? ഇല്ല, ആരും വളർത്തിയെടുത്തതെന്ന് പറയാൻ കഴിയില്ല. കാരണം എൻ്റെ സ്വന്തമായൊരു അന്വേഷണം ഉണ്ടായിരുന്നത് അതിൽ പ്രധാന ഘടകം അനീതിക്കെതിരായിട്ടുള്ളൊരു വികാരം പൊതുവിലുണ്ടായിരുന്നു. സമൂഹത്തിൽ ചുറ്റും നടക്കുന്ന ഇതുകൊണ്ട് ഞാൻ BSc ലാസ്റ്റ് ഇയർ ഞാൻ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അന്ന് അതിൻ്റെ BSc ബാച്ചിൻ്റെ വാലിഡിറ്ററി മീറ്റിങ്ങിൽ അവിടുത്തെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എന്നെയാണ് വിദ്യാർത്ഥികളെ പ്രതിനിധിച്ച് സംസാരിക്കാൻ. ഞാനൊന്ന് വളരെ അന്നെനിക്കൊരു രാഷ്ട്രീയമില്ല, ആ അർത്ഥത്തിൽ രാഷ്ട്രീയമൊന്നുമില്ല. വളരെ എക്സ്പ്ലോസീവായൊരു സ്പീച്ചാണ് ഞാൻ നടത്തിയത്. ഞാനന്ന് സ്പീച്ചൊന്നും നടത്തി പരിചയമൊന്നുമില്ല, ഞാൻ എഴുതി തയ്യാറാക്കി. ഞാൻ പറഞ്ഞു ക്രൈസ്റ്റ് കോളേജിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ക്രിസ്തു എന്ന വിപ്ലവകാരിയെക്കുറിച്ചുള്ള വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് വലിയ പലേഷ്യൽ ബിൽഡിങ്ങുകളിൽ താമസിക്കുന്ന അച്ഛന്മാർ, അവരുടെ ജീവിത രീതികൾ ഒക്കെ വല്ലാതെ തന്നെ ഇതുണ്ടായി. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന വിദ്യാർത്ഥികളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വളരെ ഒരു എന്താ പറയുക നെഗറ്റീവ് ടോൺ എന്ന് പറയാവുന്ന രീതിയിലുള്ള എല്ലാവരും. അന്ന് ഗബ്രിയലച്ചൻ ആയിരുന്നു, ഇപ്പം അമല ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഗബ്രിയലച്ചനായിരുന്നു അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൾ. സുവോളജി, ഞാൻ സുവോളജി ആയിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു അന്ന്. എല്ലാവരും സ്തംഭിച്ചു. കാരണം ഞാൻ വളരെ ക്വൈറ്റായൊരു നല്ല കുട്ടി ആയിരുന്നു അതൊക്കെ. അതുകൊണ്ട് എന്നിൽ നിന്ന് ഇങ്ങനൊരു ഇത് ആരും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എന്നെ ചെയ്യല്ലേ, ഒരു തരം ഒരു പൊട്ടിത്തെറി പോലെയായിരുന്നു സംഭവം. അപ്പോൾ അതെൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ്. ജീവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുക്കാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിലേക്ക് പോവുകയും അവിടെ നിന്ന് MSc സുവോളജി പാസ്സാകുകയും ചെയ്തതിന് ശേഷം ശാസ്ത്രത്തിൻ്റെ വഴിയിലേക്ക് തിരിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ശാസ്ത്രത്തിൻ്റെ വഴിയിലേക്ക് തിരിയാൻ ഞാൻ തീരുമാനിച്ചതാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവസാനം തിരുവനന്തപുരത്തേക്ക് ഞാൻ വരുന്നത് ദേശാഭിമാനിയിലേക്ക് ഗോവിന്ദപിള്ള വിളിച്ചിട്ടാണ്, P. ഗോവിന്ദപിള്ള. അപ്പോൾ ദേശാഭിമാനി ബുക്ക് സ്റ്റാളിൻ്റെ ഒരു നവീകരണം വന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ചെന്ത പബ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ കുറേ പുസ്തകങ്ങൾ തർജ്ജമ എഡിറ്റിങ്ങൊക്കെ ചെയ്യാൻ പറഞ്ഞ്, അപ്പോൾ ഞാനപ്പോൾ തന്നെ എഴുതി തുടങ്ങിയിരുന്നു പലതിലും. അങ്ങനെയാണ് എന്നെ അറിഞ്ഞിരുന്നത്. അതിനുവേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്.
പക്ഷെ വന്ന് എനിക്ക് അതാദ്യം തുടരാൻ കഴിയില്ല എന്ന് തോന്നി. അപ്പോഴേക്കും പഴയ അജിത കുന്നിക്കൽ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതിനോട് യോജിച്ചിരുന്നില്ല. CPM കൂടെയാണ് കുറച്ചൊക്കെ നിന്നിരുന്നത്. നേരത്തെ CPI അനുഭവമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ മുഴുവൻ CPI ഉണ്ടായിരുന്നത്, VK രാജൻ്റെ ഒക്കെ മേഖല. എന്നിട്ട് CPM ചേർന്ന് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇവിടേക്ക് വരുന്നത്. പക്ഷേ അവിടെ വെച്ച് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഞാൻ പലരുമായിട്ട് പരിചയപ്പെടാനിടയായി. ഇവിടെ ഫിലിം ഡയറക്ടറൊക്കെ ആയിരുന്നു KP കുമാരനൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. അവരുമായിട്ട് പരിചയപ്പെടാനിടയായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ML പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. അതേസമയം അതിലേക്ക് ഞാൻ പോകാൻ തയ്യാറായിരുന്നില്ല. ഞാൻ എന്നിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറുവേനസ് കോളേജിൽ പ്രൊഫസറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നു. PhDക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. എൻഡോക്രൈനോളജി ഇതിലൊരു ടോപ്പിക് എടുത്ത് 6 മാസം ഞാൻ അതിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശാസ്ത്രജ്ഞക്കാരനാണെന്ന് തോന്നുക, അത് വിടുക, രാഷ്ട്രീയക്കാരനാണെന്ന് തോന്നുക, വിടുക, എന്തായിരുന്നു ആ ഒരു മാനസികാവസ്ഥക്ക് കാരണം? അതങ്ങനെ വളരെ നല്ല പോലെ ആലോചിച്ചിട്ട് കൂടുതൽ ശരി എന്ന് തോന്നിയ ഒരു ശാസ്ത്രകാരനായി ഞാൻ മിക്കവാറും പടിഞ്ഞാറൻ നാടുകളിലേക്കൊക്കെ പോകുമായിരുന്നു. അന്നത്തെ എൻ്റെ ഇതിൽ എനിക്ക് മോളിക്കുലർ ബയോളജിയിലൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം. ഞാൻ മിക്കവാറും എനിക്ക് പോയാനെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ളതിലേക്കൊക്കെ പോയാനെന്ന്. അപ്പോൾ അത് പോകണ്ടെന്നാണ് തീരുമാനിക്കുന്നത്. ഇന്ന് ആ തീരുമാനത്തിലൊരു ഇച്ഛാഭംഗം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതിൽ കിട്ടില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞനായാൽ കഴിയുമായിരുന്നതിൻ്റെ പരിമിതിയെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ എൻ്റെ അന്വേഷണം ഇപ്പോൾ സമൂഹത്തിന് എത്രത്തോളം ഗുണമുണ്ടായി എന്ന രീതിയിൽ ഞാൻ വലിയ വിലയിരുത്തൽ നടത്തിയിട്ടില്ല. സമൂഹമാണ് അതെ. എൻ്റെ അന്വേഷണങ്ങളിൽ എനിക്കൊട്ടും ഇത് തോന്നിയില്ല. കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ എൻ്റെ മൊത്തം അനുഭവങ്ങളും എൻ്റെ അറിവും വളരെയധികം വികസിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പ്രായത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കാൾ കടുത്ത പ്രതിസന്ധികളെ വേണു അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ധൈര്യം വേണുവിന് എവിടെ നിന്നാണ് ലഭിച്ചത്? അപ്പോൾ എൻ്റെ ഈ മാനസിക പ്രവർത്തനങ്ങളിലെ 2 പ്രധാന ഘടകങ്ങളായി ഞാൻ കണ്ടെത്തിയത്, ഒന്ന് ഒരു തരത്തിലൊരു സത്യാന്വേഷണമുണ്ട് മൊത്തം പ്രകൃതിയെക്കുറിച്ച്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞാൻ അത് അന്വേഷിച്ച് തുടങ്ങിയിരുന്നു. ഒരുതരം ഫിലോസഫിക്കലായൊരു മൈൻഡുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇതുണ്ടല്ലോ, പ്രകൃതിയുടെയൊക്കെ ഉത്ഭവങ്ങൾ, അതിൻ്റെ വികാസം, മനുഷ്യൻ എന്താണ്, ജീവൻ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു വളരെ ഡീപ്പായൊരു അന്വേഷണം അന്ന് മുതലേ ഉണ്ട്. അതിൽ നിന്ന് ഉടലെടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ്, സത്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരുതരം മാനസിക ത്വരയുണ്ട്, ഒരു അന്വേഷണ ത്വരയുണ്ടായിരുന്നു. അത് സാമൂഹ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനെ ഒരു സത്യാന്വേഷണം നടത്തണമെങ്കിൽ നിങ്ങൾ അസാമാന്യമായ ധീരനായിരുന്നേ പറ്റൂ. ഇതാണ് എൻ്റെ ഒരു അനുഭവം.